അധികാരം കിട്ടിയാലും സ്ഥാനങ്ങൾ കിട്ടിയാലും സ്വത്ത് കിട്ടിയാലും എല്ലാം തമ്മിലടിക്കുന്നവരാണ് ബി ജെ പിക്കാർ. ബി ജെ പി നേതാവെന്നോ അണിയെന്നോ ഒരു വ്യത്യാസവുമില്ല. ഇവർക്ക് തമ്മിലടിക്കാൻ എന്തെങ്കിലും ഒരു കാരണങ്ങൾ എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. ജില്ലാ നേതാവ് സംസ്ഥാന നേതാവിനെതിരെയും സംസ്ഥാന നേതാവ് കേന്ദ്ര നേതാവിനെതിരെയും ഇതിനെല്ലാം പെടാത്തവർ തീരെ താഴെയുള്ളവർക്കിടയിലേക്കും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് ഇവരൊരു ശീലമായി മാറിയിരിക്കുകയാണ്. ഈ കാര്യങ്ങൾ പറയാൻ കാരണം മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡയുടെ കൊച്ചുമകനും അസൻ മുൻ എം പിയുമായ പ്രജ്വൽ രേവണ്ണയെ പരിചയമില്ലാത്തവരാരും കാണില്ല. കാരണം 14,000 സ്ത്രീകളുടെ അശ്ലീല വീഡിയോകളും മറ്റു കാര്യങ്ങളൊക്കെ സംഭവമൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ നിറച്ച് വെച്ചിട്ട് വിദേശത്തേക്ക് മുങ്ങി അവിടെ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന് പോലീസ് പിടികൂടിക്കൊണ്ടുവന്ന മഹാനാണ് ഈ പറയുന്ന പ്രജ്വൽ രേവണ്ണ. ഈ പ്രജ്വൽ രേവണ്ണയുടെ വീഡിയോയുടെ പെൻഡ്രൈവുകൾ പുറത്തേക്ക് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ബി ജെ പിയുടെ സംസ്ഥാന നേതാവാണെന്നുള്ള ആരോപണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിൽ ബി ജെ പിയുടെ MLA തന്നെയായ ബസനഗൌഡ പാട്ടീൽ യത്നാൾ എന്ന് പറയുന്ന ആളാണ് ഇപ്പോൾ ഈ പറയുന്ന ആരോപണവുമായി സ്വന്തം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കർണാടക ബി ജെ പി അധ്യക്ഷനായിരുന്ന വിജയേന്ദ്രയുടെ നിർദ്ദേശപ്രകാരമാണ് പെൻഡ്രൈവുകൾ വിതരണം ചെയ്തത്. എത്ര പേർക്ക് അദ്ദേഹം പെൻഡ്രൈവുകൾ വിതരണം ചെയ്തു, ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഉത്തരം പറയട്ടെ എന്നും പറയുന്നുണ്ട്. വിജയപുര നിയമസഭാംഗമായ യത്നാൾ വെല്ലുവിളിക്കുന്നതാണ് ഈ രീതിയിൽ. അതായത് സംസ്ഥാന നേതൃത്വത്തെ തന്നെ വലിയ തോതിൽ മുൾമുനയിൽ നിർത്തുന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ടാണ് ഈ പറയുന്ന ബസനഗൌഡ രംഗത്ത് വന്നിരിക്കുന്നത്. അതായത് പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ ഇത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തുന്നതിന് മുന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഇവിടെ പ്രജ്വൽ രേവണ്ണ നല്ലവനാണെന്നുള്ള വെള്ളപൂശലല്ല നടക്കുന്നത്. അയാൾ കാണിച്ച തോന്നിവാസങ്ങൾ, ഏറ്റവും വലിയ നാട്ടിൽ കാണിക്കേണ്ട ഏറ്റവും വലിയ ചെറ്റത്തരങ്ങൾ കാണിച്ചിട്ട് അതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചതിൻ്റെ പിന്നിലാണ് ഈ പറയുന്ന ബി ജെ പി സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടുന്നത് എന്നുള്ള വിവരമാണ് അവരുടെ തന്നെ MP പുറത്തേക്ക് വിടുന്നത്. ബി ജെ പി ഭാരവാഹികളിൽ പലരും പ്രധാനപ്പെട്ട വ്യക്തികളുടെ അശ്ലീല വീഡിയോകൾ കൈവശം വച്ചിരിക്കുകയാണെന്നും സ്വന്തം MLA-മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഉപയോഗിക്കുകയാണെന്നും യത്നാൾ ആരോപിച്ചു. നോക്കൂ, സ്വന്തം പാർട്ടിക്കാരായ പല നേതാക്കന്മാരും ഇത്തരത്തിലുള്ള വീഡിയോയ്ക്കകത്ത് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പലരും ഇതിൻ്റെയൊക്കെ ആളുകളാണ്. അവരുടെ ഒരു വിനോദം മാത്രമാണ് ഇത്തരത്തിലുള്ള ബലാത്സംഗങ്ങളും പീഡനങ്ങളും. ഇത്തരം സംഭവങ്ങളെല്ലാം നടത്തിയിട്ട് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പെൻഡ്രൈവിലാക്കി വച്ചിരിക്കുകയാണ്. ഇപ്പോഴാകട്ടെ ബി ജെ പിയുടെ പല നേതാക്കന്മാരും ഈ പെൻഡ്രൈവുകൾ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നത് തങ്ങളുടെ അണ്ടറിലുള്ള പല MLA-മാരും നടത്തിയ കാമപ്രാന്തുകളും പേക്കൂത്തുകളും മുഴുവൻ ഇതിനകത്തുണ്ട്. പല ഘട്ടത്തിലും ഇതെടുത്ത് പ്രയോഗിക്കേണ്ട സാഹചര്യം വരും. ഈ ഘട്ടത്തിൽ എടുത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്ന ഈ പെൻഡ്രൈവുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മഹാഭാരതമോ രാമായണമോ ഒന്നും ബൈബിൾ കഥകളൊന്നുമല്ല ഈ പറയുന്ന പെൻഡ്രൈവിൽ ഉള്ളത്. ഇവരുടെ ഇത്തരത്തിലുള്ള അശ്ലീലമായ വീഡിയോകൾ മാത്രം നിറച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. അതായത് കൃത്യമായി പറഞ്ഞാൽ പ്രജ്വൽ രേവണ്ണ ഇതിൻ്റെ മൊത്തം ഹോൾസെയിലറായിരുന്നു. അതിന് അണ്ടറിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പോലും ഈ തരത്തിലുള്ള ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് കർണാടകയിൽ ഒരു അജയ്യനായ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു പ്രജ്വൽ രേവണ്ണയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ പ്രജ്വൽ രേവണ്ണയുടെ ഈ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരം നടത്തിയിരുന്ന ഈ കാമകേളികളെല്ലാം സൂക്ഷിച്ച വീഡിയോ ദൃശ്യങ്ങൾ പകർത്തി പെൻഡ്രൈവിൽ ആക്കുക എന്നുള്ളതിൻ്റെ പിന്നിൽ ഇതിൽ വന്നിരിക്കുന്ന പല MLA-മാരും ഇവരുടെ അതായത് നിരവധി ഇപ്പോൾ ഉദാഹരണത്തിന് 100 MLA-മാരുണ്ടെങ്കിൽ 100 പേരുടെ അശ്ലീല വീഡിയോ തൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഈ 100 MLA-മാരും മാനഹാനി ഭയന്ന് ബ്ലാക്ക്മെയിൽ ഭയന്ന് എന്തായിരിക്കും ചെയ്യുക? കൃത്യമായിട്ട് പ്രജ്വൽ രേവണ്ണ പറയുന്ന സ്ഥലത്ത് നിൽക്കുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യും. അങ്ങനെ നിലപാടുകൾക്കൊപ്പം നിന്ന് കഴിഞ്ഞാൽ രാഷ്ട്രീയമായി കർണാടകയുടെ നിയമസഭയിലും അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ മണ്ഡലത്തിലും വലിയ തോതിൽ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഉയർന്നു വരാനും ഒരു മുഖ്യമന്ത്രി സ്ഥാനം വരെ കിട്ടാനുമുള്ള സാഹചര്യമുണ്ടെന്നുള്ള കണ്ടെത്തലാണ് ഇതിന് പിന്നിലുള്ളത്. ഈ അബദ്ധവും അല്ലെങ്കിൽ ഈ പറയുന്ന തന്ത്രം മനസ്സിലാക്കിയത് കൊണ്ടാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അടക്കം അല്ലെങ്കിൽ സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഈ പറയുന്ന പെൻഡ്രൈവുകളുടെ കോപ്പി സൂക്ഷിച്ചിരിക്കുന്നത്. കാരണം സ്വന്തം MLA-മാർ മറ്റെന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാലോ മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ ഉടൻ എഴുതെടുത്ത് പ്രയോഗിക്കും. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അവർക്ക് ഈ MLA-മാർക്ക് ഓടി വിളിക്കാൻ കഴിയില്ല. ഇനി കൂറുമാറ്റമോ മറ്റൊരു തരത്തിലുള്ള സംഭവം ഉണ്ടായാലും ഇവർക്ക് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഈ പറയുന്ന BJP നേതാക്കന്മാർക്ക് എന്തെങ്കിലും കാര്യലാഭം ഉണ്ടാകണമെങ്കിലും ഈ പറയുന്ന പെൻഡ്രൈവുകൾ ഉപയോഗിക്കാൻ കഴിയും. ഇതിനെതിരെ ഇപ്പോൾ വലിയ തോതിലുള്ള ചർച്ചകളും വിമർശനങ്ങളും പ്രശ്നങ്ങളും കർണാടകയിൽ കലുഷിതമായിട്ടുണ്ട്.
BJP ഭാരവാഹികളിൽ പലരും പ്രധാനപ്പെട്ട വീഡിയോകളുടെ അശ്ലീല വീഡിയോകളുടെ പെൻഡ്രൈവുകൾ സൂക്ഷിച്ചിരിക്കുന്നു എന്നാണ് കൃത്യമായിട്ടും വിജയപുര നിയമസഭാ അംഗത്തിലെ MLA ആയ യത്നാൽ വെല്ലുവിളിക്കുന്നത്. അതായത് സംസ്ഥാന നേതൃത്വം കൃത്യമായി പറയട്ടെ, അതായത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, എത്ര പേർക്ക് ഈ പെൻഡ്രൈവുകൾ വിതരണം ചെയ്തു എന്ന് സംസ്ഥാന അധ്യക്ഷൻ പറയണം എന്നാണ് പറയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ വിജയേന്ദ്രയ്ക്കയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പെൻഡ്രൈവുകൾ വിതരണം ചെയ്തതെന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പേരെടുത്ത് സാഹചര്യത്തിന്റെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നു. ഇതെല്ലാം ഇപ്പോൾ ഈ പറയുന്ന BJP നേതാക്കൾക്ക് വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് ഉരുത്തിരിച്ചിരിക്കുന്നത്. എങ്ങനെയെങ്കിലും പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സെറ്റിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുമ്പോൾ സ്വന്തം പാളയത്തിന്റെ ഉള്ളിൽ നിന്നുണ്ടായിരിക്കുന്ന ഇത്തരം പാരകളെ എങ്ങനെ ക്ലിയർ ചെയ്യുന്നുവെന്ന് അറിയാത്ത അവസ്ഥയിലാണ് ഇവിടുത്തെ BJP നേതാക്കന്മാരും ഇവിടുത്തെ നിയമസഭാ അംഗങ്ങളും. ഏതായാലും പ്രജ്വൽ രേവണ്ണയ്ക്ക് സുഖമായി ഇനി മറ്റുള്ളവർക്ക് പാൽപായസം കിട്ടുന്ന സാഹചര്യത്തിലേക്കാണ് BJPയും കർണാടകയിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൊണ്ടെത്തിക്കുന്നത്.